തേന്മാവിൻ കൊമ്പത്ത് മാമ്പഴം പഴുത്ത് നിൽക്കുന്നത് കണ്ട ആർക്കും കൊതി തോന്നും. അപ്പം ഞാനും കൊതി തോന്നിയിട്ട് വന്നതല്ല, ഞാൻ ഇത് കണ്ടിട്ടുണ്ടായില്ല. സബിത ഇന്ന് നടക്കാൻ പോയപ്പോഴാണ് പറഞ്ഞത് മാമ്പഴം വീണു പിടിക്കുന്നത്. കണ്ട എൻ്റെ വാളിൻ്റെ തുമ്പത്ത് കണ്ട തൊട്ടുള്ളു മാമ്പഴം താഴെ വീണു. അപ്പോൾ സബിതയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് താഴെ എന്ന് പറഞ്ഞിട്ട് ആളോട് ഒപ്പുണ്ട്. അതിനെ പിടിച്ചോ. അപ്പം ഞാൻ ഇതിൻ്റെ കടയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം ഇന്ന് വെളുപ്പിന് മോർണിംഗ് വാക്കിന് പോയപ്പോൾ സബിത പറഞ്ഞേ അതിൻ്റെ മാവിൻ്റെ കടയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതായോ, മാമ്പഴം ജ്യൂസ് അടിച്ച് കുടിച്ചതിൻ്റെ ഓർമ്മയൊന്നും ഇല്ലേ. അത് കേട്ടപ്പോൾ ശരി എന്നാൽ ഞാൻ ഇന്ന് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ശരിയാക്കണേ വൃത്തിയാക്കണമെങ്കിൽ ഒരു 2-3-4 മണിക്കൂർ വേണമെന്ന് കരുതിയിട്ടാണ് പോകുന്നത്. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ എല്ലാം ക്ലീൻ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് കാടും പടലങ്ങളാണ്. അപ്പം എൻ്റെ വാളങ്ങോട്ട് ആഞ്ഞ് വീശിക്കൊണ്ടിരിക്കുകയാണ്. പുല്ലുകളുടെ തലയൊക്കെ അവിടെ അറ്റു വീഴാണ്, കണ്ടില്ലേ. അപ്പം ഈ മാവ് ഒരു 150 വർഷമെങ്കിലും പഴക്കമുണ്ട്. ഞാൻ ഇന്നുവരെ ഇത് വെട്ടിക്കളയാണ്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു 20,000 രൂപയ്ക്കെങ്കിലും മാങ്ങയുണ്ടായി പഴുത്ത് വീണ് കിട്ടും. അപ്പോൾ 1 കിലോ മാമ്പഴം ഇന്നിപ്പോൾ നമ്മൾ ചന്ദ്രക്കാലൻ അല്ലെങ്കിൽ നാട്ടുമാങ്ങയൊക്കെ 1 കിലോയ്ക്ക് 130-140 രൂപയ്ക്കും വിലയുണ്ട്. അപ്പോൾ 140 രൂപ വെച്ചിട്ട് 10 കിലോ കൂട്ടിയാണെങ്കിൽ എത്രയുണ്ട്? 1400. ഇതൊരു 50-100 കിലോ മാങ്ങയെങ്കിലും കിട്ടും. അപ്പോൾ മനസ്സിലായില്ലേ ഇതിൻ്റെ വില. അപ്പോൾ ഇത് മുഴുവനും ഞങ്ങൾക്ക് തിന്നാൻ പറ്റില്ല, കുറേയൊക്കെ നാട്ടുകാർക്ക് മുഴുവനും കൊടുക്കണം ഫ്രീ ആയിട്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയുണ്ട്, അതൊക്കെ കിലോയ്ക്ക് ഏറ്റവും രുചി കുറഞ്ഞ മാങ്ങ പോലും 50 രൂപയായിട്ട് വെക്കുന്നത്. അപ്പം നമ്മളൊന്നും അതുപോലെ ചെയ്യില്ല. ഞങ്ങളൊക്കെ എൻ്റെ അപ്പൻ്റെ കാലം തുടങ്ങിയിട്ട് ഇതുപോലെ മാമ്പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കും. ഇന്നിപ്പോൾ ചക്കയൊന്നും ആർക്കും ഫ്രീ ആയിട്ട് കിട്ടാനില്ല, കാരണം ഇടിയൻ ചക്കയായിട്ട് വിറ്റ് കാശാക്കണം കൃഷിക്കാരൊക്കെ. അപ്പം ഇത് വളരെ രുചികരമായിട്ടുള്ളൊരു മാമ്പഴം കണ്ടില്ലേ, നിൽക്കുന്നത് കണ്ട. അപ്പം ഇതുമ്മ കയറാനൊന്നും പറ്റില്ല, കാരണം ഒരു 2 ആൾക്കാർ എന്നെപ്പോലെയുള്ളൊരു വട്ടം പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്തില്ല, അത്രയ്ക്കും വണ്ണത്തിലുള്ളൊരു മാവാണ്. അപ്പോൾ ഇതിൻ്റെ കടയൊക്കെ ഒരുവിധം വൃത്തിയായി കണ്ടില്ലേ. കടയ്ക്ക് കുരുമുളക് നട്ടു കൊടുത്തിട്ടുണ്ട്, അത് ഈ വർഷം ഇതുമ്മയ്ക്ക് കയറി പോകണം. അപ്പോൾ ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കണം, അതുകൊണ്ടാണ് കുരുമുളക് വലുതായി വാങ്ങിയത്. ഇത് കഴിഞ്ഞ വർഷം നട്ട ചെടികളാണ്. അപ്പോൾ കണ്ടില്ലേ എൻ്റെ തേന്മാവിൻ്റെ ഉയരം നോക്കിയാൽ 2 ചമ്പത്തെങ്ങിൻ്റെ ഉയരമാണ്. അടിയിൽ മുഴുവൻ ഈ കാണുന്ന വള്ളിയാണ്. ഇത് സബിത എത്തി. അപ്പോൾ സബിത മാങ്ങയൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. നല്ല മാമ്പഴ പുളിശ്ശേരി ആയിരിക്കും ഇനി 1 മാസക്കാലം. അപ്പോൾ ആവശ്യക്കാരൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ മാമ്പഴം ഫ്രീ, പൈസയൊന്നും വേണ്ട. 5-10 വീതം തരാം, അല്ലാണ്ട് കിൻഡൽ കണക്കിന് തരില്ല. 5-10 നിങ്ങൾക്ക് തരാം, അതിനൊന്നും പൈസ വേണ്ട. കണ്ടില്ലേ ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട് കണ്ടില്ലേ, ആ ഉരുണ്ടത് മുഴുവൻ പാഷൻ ഫ്രൂട്ടാണ്, മാങ്ങയല്ല മക്കളെ. അപ്പോൾ നമ്മൾ ഈ പാഷൻ ഫ്രൂട്ടൊക്കെ വയ്ക്കണമെങ്കിൽ നിസ്സാര പണിയുള്ളൂ. അപ്പം മാമ്പഴം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാമ്പഴ ജ്യൂസ് ഉണ്ടാക്കാം, മാമ്പഴ തെര ഉണ്ടാക്കാം, മാങ്ങത്തെര. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര വിലയാണ്. ഒരു 100 ഗ്രാമിൻ്റെ പാക്കറ്റിനുണ്ട് 200 രൂപയൊക്കെ വില, 100 ഗ്രാമിന്. അപ്പോൾ 2000 രൂപയ്ക്കാണ് കിലോയ്ക്ക് വില. അപ്പോൾ എൻ്റെ മാമ്പഴം, ഈ തേന്മാവിൻ്റെ മാമ്പഴത്തിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പാടില്ല. കാരണം എന്താ, രാത്രിയിലാണ് വവ്വാൽ, ബാറ്റ് കോഴിക്കോട് നിന്ന് അടക്കം വന്നിട്ടാണ് ഇവിടുന്ന് കളവ്. അപ്പം ഞാൻ എൻ്റെ തേന്മാവിൻ്റെ മാമ്പഴത്തിനെ പറ്റിയിട്ട് യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ, പിള്ളേരൊക്കെ മൊബൈൽ അവിടെ വീക്കി കളഞ്ഞിട്ട് രാത്രിയിൽ വവ്വാലിന് പകരം പിള്ളേർ ഗ്യാങ്ങായിരിക്കും ഇതിൻ്റെ ചോട. അപ്പം ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്കും സുഖമാണ് പറക്കി കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ വർഷം മാമ്പഴം കുറച്ച് കുറവണുള്ളൂ, അതുകൊണ്ട്
അല്പം വൃത്തിയാക്കലൊക്കെ കുറച്ചാക്കണുള്ളൂ. ഇപ്പം മാമ്പഴം കൊതിയായിട്ട് നിങ്ങളൊന്നും ഇരിക്കണ്ട. ഏതെങ്കിലും കടയിൽ പോയിട്ടുണ്ടെങ്കിൽ, കടയിലല്ല നഴ്സറികളിൽ പോയിട്ടുണ്ടെങ്കിൽ 150 അല്ലെങ്കിൽ 200 രൂപയ്ക്ക് ബഡ് ചെയ്ത തൈകൾ കിട്ടും. അതൊന്നും മലയാളികളുടെ മാവുകളല്ല, നമ്മുടെ മാവുകൾ. പണം കൊടുത്താൽ കിട്ടാത്ത മാവുകളാണ് ഇതൊക്കെ. തേന്മാവ് അല്ലെങ്കിൽ കിളിച്ചുണ്ടൻ, പ്രിയേരു, വട്ടമാവ്, ചുങ്കിരിമാവ്, നാട്ടുമാവ്, അതുപോലെ കുറേ മാവുകളുണ്ട്. കോമാങ്ങ, മൂവാണ്ടൻ, ഇതൊന്നും നഴ്സറികളിൽ മേടിക്കാൻ കിട്ടില്ല. നഴ്സറികളിൽ മുഴുവൻ കിട്ടുന്നത് തമിഴൻ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് അവിടങ്ങളിലത്തെ മാവ് മാത്രമാണ് നഴ്സറികളിൽ കിട്ടുള്ളൂ. അപ്പം നിങ്ങളൊക്കെ ഇതുപോലത്തെ മാവിൻ്റെ പകുതി രുചി പോലും ആ മാവിനില്ല, ആ മാങ്ങയ്ക്കില്ല. അതും നമ്മൾ ബഡ് ചെയ്ത തൈ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും. 10 വെച്ചാണെങ്കിൽ ഒരെണ്ണത്തമ്മയാണ് മാങ്ങിണ്ടാവുള്ളൂ, ബാക്കി 9 പോക്കാണ്. ചിലപ്പോൾ 5-6 കൊല്ലം കഴിയണം. അതിനേക്കാളും നല്ലത് നമ്മളൊരു നാടൻ മാവ് വെച്ചാണെങ്കിൽ നമുക്കും കഴിക്കാം, നമ്മളുടെ മക്കൾക്കും കഴിക്കാം, അവൻ്റെ മക്കൾക്കും കഴിക്കാം. കണ്ടോ? അപ്പോൾ ഇത് 150 വർഷം പഴക്കമുള്ള മാവാണ്. ഏതെങ്കിലും നാട്ടിൽ ബഡ് ചെയ്ത മാവ് 150 വർഷം നിൽക്കുക? ഇല്ല. കാരണം എന്താ? ഈ മാവിൻ്റെ കൊമ്പാണ്, ഈ നാട്ടുമാവിൻ്റെ കൊമ്പ് നമ്മൾ മുറിച്ചെടുക്കണം. അപ്പം 150 വർഷം പഴക്കമുള്ള ഒരു മാവിൻ്റെ കൊമ്പാണ് പറിച്ചത്, അതുകൊണ്ടായിട്ടാണ് ബഡ് ചെയ്തത്. പിന്നെ അവ എങ്ങനെ 500 കൊല്ലം നിൽക്കുക? ഇല്ല. അപ്പം നിങ്ങളൊക്കെ ബഡ് ചെയ്തതിന് പകരം നല്ല നാട്ടുമാവിൻ്റെ തൈക്കൾ ഉണ്ടായിട്ട് ഇതുപോലെ കൃഷിക്കാരൻ്റെ വീട്ടിൽ വരണമെങ്കിൽ അവിടെ മുളച്ച് നിൽക്കുന്നുണ്ടാവും, അതങ്ങോട്ട് പറിച്ച് വെച്ചിടാം. അപ്പം മാവ് നട്ടു വളർത്താൻ കുറേ സ്ഥലമൊന്നും വേണ്ട, നിങ്ങളുടെ മതിലിൻ്റെ അടുത്ത് കുഴിച്ചിടുക. ഇതിൻ്റെ കട മാത്രം നിങ്ങളുടെ പറമ്പിൽ, പിന്നെ മുഴുവൻ വഴിയിൽ പൊക്കോളും. അപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ കിട്ടും. നാട്ടുകാർക്കും നല്ലത്, നാട്ടുകാർക്ക് തണലും കിട്ടും, വേനൽക്കാലത്ത് ഇതുപോലെ മാങ്ങയും കിട്ടും. അപ്പോൾ എല്ലാവരും മാവിൻ്റെ തൈകൾ, വട്ടമാവ്, ചുങ്കിരിമാവ്, നാട്ടുമാവ്, കിളിച്ചുണ്ടൻ, അങ്ങനെയുള്ള മാവുകളെ, കോമാവ്, ഇങ്ങനെ പുളിയന്മാവ് നടാം. അപ്പോഴുള്ള മെച്ചാണെങ്കിൽ നമുക്ക് കറി വയ്ക്കാൻ കിട്ടും. അതുപോലെ തന്നെ എത്ര പുളി കൂടുന്നോ അത്രയ്ക്കും മധുരം കൂടിയ മാമ്പഴമാണ് കിട്ടുക. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ എൻ്റെ കഴിഞ്ഞു. സബിത പറയുന്നുണ്ട് പോവാ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് പണന്താമാരിയാണ്. അപ്പം ഞാനും ഒരു പാള കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട്, പാള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവുങ്ങിൻ്റെ ഇല, അത് കൊണ്ടുവന്നിട്ട് നമ്മളുടെ മാമ്പഴം എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ സബിത വരുമ്പോഴൊക്കെ 1-2 അവൾ ഈ പുല്ലിലും കാട്ടിലും മാന്തി നടന്നിട്ട് 1-2 കിട്ടാറ്. ഇപ്പോൾ കണ്ടോ 5-10 മാമ്പഴം കിട്ടി, തുടക്കമായിട്ടുള്ളൂ, ഇനി ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ എനിക്ക് എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോവാം. സബിത ഇവിടെ കാറ്റടിക്കുമ്പോൾ മാമ്പഴം വീഴും, വന്ന് പറിക്കോളും. രാത്രിയിൽ വരുമ്പോൾ അടിപൊളി മാമ്പഴ ജ്യൂസ്. അപ്പം നിങ്ങളൊക്കെ മാമ്പഴ ജ്യൂസ് കുടിച്ചിട്ടുള്ളത് ആകെ കടകളിൽ നിന്ന് ശീതീകരിച്ച തണുപ്പിച്ച മാമ്പഴ ജ്യൂസ്. അതൊക്കെ വെറും ഉരുളൻകിഴങ്ങിൽ കുറച്ച് കളറും ചേർത്ത് നല്ല മധുരം ഇട്ട് കുറച്ച് എസൻസ് കൊടുക്കണം, അല്ലാണ്ട് ഒറിജിനൽ മാമ്പഴം അല്ല അത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. അപ്പോൾ ഈ കൃഷിക്കാരൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കൂട്ടുകാരോടും നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറഞ്ഞിട്ട് ലൂക്ക ആലപ്പാട്ടിൽ നിന്ന് യൂട്യൂബിൽ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് വേണ്ട പ്രോത്സാഹനം തരാം. അതൊക്കെ എന്താണ് നിങ്ങളുടെ പണി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, കൂപ്പുകൈ.